സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് അടച്ച ദുബായ് വിമാനത്താവളത്തിൽ സർവീസ് പുനരാരംഭിക്കുന്നു. ദുബായ് സമയം ഉച്ചയ്ക്ക് ശേഷമുള്ള വിമാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടവർ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിപ്പ്. എമിറേറ്റ്സ് എയർലൈൻസ് ആണ് ഈ വിവരവുമായി യാത്രക്കാരെ ബന്ധപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഷിൻ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ഷിൻ, ഈ ഇറാന്റെ ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിനിടയിൽ ദുബായ് എയർപോർട്ടിന് സമീപം കുറച്ച് സമയം മുമ്പ് തന്നെ അതിന്റെ അവശിഷ്ടങ്ങൾ പതിക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഈ ദുബായ് എയർപോർട്ടിൽ വിമാനത്താവളം അടച്ചിടുന്ന അവസ്ഥയുണ്ടായത്. ഇതിപ്പോൾ പുനരാരംഭിക്കുകയാണ്. എന്താണ് അധികൃതർ പറയുന്നത്? ഇന്ന് രാവിലെയാണ് ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായിട്ട് അറിയിപ്പുണ്ടായിരുന്നത്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയായിരുന്നു തീരുമാനം. സുരക്ഷാ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടികൾ അവിടെ നടന്നിരുന്നു. എന്നാൽ അല്പം മുൻപാണ് ഇപ്പോൾ എമിറേറ്റ്സും ദുബായ് എയർപോർട്ട് അതോറിറ്റി സ്ഥിരീകരിച്ചിരിക്കുന്നത് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുനരാരംഭിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൺഫേമായ യാത്രക്കാർക്ക് വിമാനത്താവളത്തിലേക്ക് വരാമെന്നും അറിയിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ വലിയൊരു ആശങ്കയ്ക്കാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് യാത്ര ചെയ്യാൻ തയ്യാറെടുത്തിരുന്നവരുടെ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വിമാന സർവീസുകൾ പുനരാരംഭിക്കും. ഇന്നലെ തന്നെ എമിറേറ്റ്സ് അറിയിച്ചിരുന്നു 83 ഡെസ്റ്റിനേഷനിലേക്കായി 100 വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന്. ഈ പ്രശ്നം വന്നതോടെ അതെല്ലാം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം പരിഹാരം ആയിരിക്കുകയാണ്. ഇതോടൊപ്പം നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഇറാൻ പ്രസിഡന്റ് ഒരു പ്രസ്താവനയും വന്നിട്ടുണ്ട്. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം തങ്ങൾ തുടരുന്നില്ല, അത് നിർത്തുകയാണെന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ദുബായ് എയർപോർട്ട് പ്രവർത്തനം പുനരാരംഭിക്കുന്ന. ഷിൻസ്, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവരം കൂടി വരുന്നത്, ഇപ്പോൾ ഈ ദുബായ് സമയം ഉച്ചയ്ക്ക് ശേഷമുള്ള വിമാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടവർ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് ഇറാൻ ക്ഷമ ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അയൽ രാജ്യങ്ങളിൽ ആക്രമണം നടത്തിയതിന് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ അതായത് ഗൾഫ് രാജ്യങ്ങളിലെ ഒരു സമാധാന നിലയിലേക്ക്, അവിടുത്തെ സാധാരണഗതിയിലേക്ക് അവിടുത്തെ സാഹചര്യം മടങ്ങി വരുന്നു എന്ന് വേണമോ ഈ ഘട്ടത്തിൽ കരുതാൻ? തീർച്ചയായും ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഇനി ഉണ്ടായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്ന് നമുക്ക് ഉറപ്പാണ്. വിമാനത്താവളത്തിന് പ്രവർത്തനം സാധാരണ നിലയിലേക്ക് വരും. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. അതും തുടരാൻ തന്നെയാണ് നിലവിലെ സാധ്യത. പിന്നെ നിരവധി കമ്പനികൾക്ക് വർക്ക് ഫ്രം ഹോം ആണ്. ജീവനക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് നിരവധി കമ്പനികൾ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം അവിടെ കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ മാറി സാധാരണ നിലയിലേക്ക് ഉടൻ തന്നെ മടങ്ങി വരും. ഇറാന്റെ ഭാഗത്ത് ഒരു ഭീഷണി ഇല്ലെങ്കിൽ രാജ്യം തിരികെ വരുന്നില്ല.